أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله عليه توكلت، وهو رب العرش العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا حبيبنا يا حبيب الله. الصلاة والسلام عليك يا خير خلق الله. خذ بيدي التي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. صدق الله العلي العظيم. ഏറെ സ്നേഹം ബഹുമാനാദരവുകൾ ഈ മഹനീയമായ സദസ്സിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിവന്ദനായ ഈ മഹല്ലത്തിൻ്റെ ഖതീബും ആത്മീയ കാര്യങ്ങളിൽ മുന്നണിയായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ സംരംഭത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഉപ്പമാർ, ഉമ്മമാർ, വിദ്യാർത്ഥിനികളെല്ലാം എല്ലാവർക്കും ഹൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യമായ മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നമ്മുടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എണീറ്റ് നിൽക്കുക. യാ ശൈഖനാ യാ ശൈഖുദാ ദുൽ അലിയിൽ അക്റം, യാ ശൈഖനാ യാ ശൈഖുദാ ദുൽ ഹകീമുൽ അഅ്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ
റഹ്മത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ഈമാൻ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആഖിറത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മാസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രവേശിക്കാനുള്ള അനുഗ്രഹമായി നമുക്ക് തൗഫീഖ് കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായൊരു ദുൽഹിജ്ജ മാസത്തിലേക്ക് കൂടെ നമ്മൾ കടത്തിയിരിക്കുകയാണ്. ഇനിയൊരു ദുൽഹിജ്ജ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓർമ്മപ്പെടുത്തലുകളുടെ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ആയാത്തുകളുടെ മനസ്സിലേക്ക് തറക്കുന്ന ആയത്തുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ ദുൽഹിജ്ജയെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെ കുട്ടികളെ കുറച്ചേർന്ന് സൈലൻ്റ് ആക്കിട്ടോ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏകാധിപതികളുടെയും സ്വേച്ഛാധിപതികളുടെയും പതനത്തിൻ്റെ കഥകളെ ഈ മഹത്തമായ മാസത്തെ മുൻനിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ആയത്തുകളാണ് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഇവിടെ ഓതി വെച്ചത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. വൽ ഫജ്ർ പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാവുകളെ തന്നെയാണ് സത്യം. 10 രാവുകളെ സത്യം ചെയ്തുകൊണ്ട് ഒറ്റയിട്ടതേയും ഇരട്ടയെയും തന്നെയാണ് സത്യം. അഥവാ ദുൽഹിജ്ജ 9-നെയും ദുൽഹിജ്ജ 10-നെയും കൂടെ സത്യം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ സത്യം ചെയ്യണമെങ്കിൽ അത് അദീമായ അതിശറഫായ കാര്യമായിരിക്കണം, ബഹുമാനിക്കപ്പെടുന്നതിനെയായിരിക്കണം, മുന്നിൽ ദൃഷ്ടാന്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം സത്യം ചെയ്യുന്നത്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ സത്യം ചെയ്ത അതിമഹത്തായ പല പല കാര്യങ്ങളുമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓതപ്പെടുന്ന സൂറത്തുകളുടെ തുടക്കമുണ്ടല്ലോ, അത്തിയെ തന്നെയാണ് സത്യം, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം. ഒലീവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്ന ഓരോ ഭാഗങ്ങൾ. എന്നിട്ട് ഇവിടെ വിശദീകരിക്കുന്നത് ഇതൊക്കെ മുന്നിലൂടെ നമ്മുടെ കണ്ണിലേക്ക് കാണിച്ചു തന്ന ആ പടച്ച തമ്പുരാനെ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നത്? മശ്ഹൂറത്തുൻ അലീമ, ഉന്നതമായ അറിയപ്പെട്ടതായ പഴത്തിനെയും ശജറത്തുൻ അലീമ, അറിയപ്പെട്ടതായ മരത്തിനെയും കൺമുന്നിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നതായ ആ സന്ദർഭം. എന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ ആകൃതിയെ പറ്റി പറയുന്ന ആയത്തുകൾ നമ്മുടെ മുന്നിലൂടെ നമ്മൾ കേട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പടച്ച തമ്പുരാൻ പറയുകയാണ് പ്രഭാതത്തിൽ തന്നെയാണ് സത്യം, പ്രഭാതത്തെ തന്നെയാണ് സത്യം. ദുൽഹിജ്ജയുടെ 10 രാവുകളുണ്ടല്ലോ, ഈ 10 രാവുകളെ മുൻനിർത്തിക്കൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഈ 10 രാവുകളെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഏറ്റവും മഹിതമായ 10 രാവുകളാണ്. അഫ്ളലുദ് ദുനിയാ അയ്യാമുൽ അശ്ർ, അഫ്ളലുദ് ദുനിയാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഏറ്റവും പവിത്രമായ 10 രാവുകൾ. ആ 10 രാവുകളിലെ ഒന്നാമത്തെ രാവുകളിലേക്ക്
അലൈനാ ബിൽ അംനി വൽ ഈമാൻ. ഈ പുണ്യമായ ഹിലാലെ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാനും അതുപോലെ നിർഭയത്വത്തോടുകൂടെ അമൽ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാക്കി പടച്ചവനെ ഞങ്ങൾക്ക് മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുണ്യമായ രാവിനെ നമ്മൾ ഇതാ വരവേറ്റിരിക്കുകയാണ്. ഈ രാവ് നമ്മളിലേക്ക് കടന്നു വന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഏറ്റവും വലിയ രാവുകൾ നമ്മൾ പല രാവുകളും കേട്ടിട്ടുണ്ട്. റമദാനിലെ രാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരതന്മാരായ മുഫസ്സിറുകൾ 3 രാവുകളെ മൂന്ന് മാസങ്ങളിലെ 3 പത്തുകളെ വിവരിക്കുന്നുണ്ട്. ആ 3 പത്തുകളിൽ ഒന്ന് മുഹറം 10-നെ വിവരിക്കുമ്പോൾ, മറ്റൊന്ന് റമദാനിന്റെ അവസാനത്തെ 10-നെ വിവരിക്കുമ്പോൾ, മറ്റൊരു 10-നെ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടത് പുണ്യമായി ദുൽഹിജ്ജയുടെ 10-നെ കുറിച്ചാണ്. പടച്ച തമ്പുരാൻ ഈ 10 രാവുകളെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് നമ്മോട് പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് പോയ ജനതകളെ പരിപാലിച്ചു വളർത്തിയ പടച്ച തമ്പുരാൻ അവരുടെ പതനത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആദ് സമൂഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? പടച്ചവൻ ചോദിക്കുകയാണ്. ആദ് സമൂഹത്തെ കൈകാര്യം ചെയ്ത വിഷയം അതുപോലത്തെ ഒരു സമുദായത്തെ പിന്നീട് പടച്ച തമ്പുരാൻ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടില്ല. അതുപോലത്തെ ഒരു സമുദായത്തെ പറഞ്ഞയച്ചിട്ടില്ല. ശക്തരും മല്ലരുമായ പടച്ച തമ്പുരാൻ പറഞ്ഞയച്ചൊരു സമുദായത്തെ പടച്ച തമ്പുരാൻ കൈകാര്യം ചെയ്ത ഏറ്റവും സുന്ദരമായ അവസ്ഥയെ പറ്റി പറഞ്ഞു തരികയാണ്. ഏകാധിപതികളുടെ അഹങ്കാരികളുടെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തിയിട്ട് പടച്ച തമ്പുരാനെ ഓർക്കാതെ ഈ ദുനിയാവിന്റെ മണ്ണിൽ ജീവിച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആദ് സമൂഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? വസമൂദല്ലദീന ജാബുസ്സഹ്റ ബിൽവാദ്. മലകളെ തുരന്നുകൊണ്ട് കൈകൾക്ക് മെഴുക്കമായ രൂപത്തിൽ പാറകളെ തുരന്നുകൊണ്ട് വീടുണ്ടാക്കിയിട്ട് ആരും ഞങ്ങളെ എതിർക്കാൻ കഴിയില്ല, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരാണെന്ന് വെല്ലുവിളിച്ച സമൂഹമുണ്ടല്ലോ. ആ സമൂഹത്തിന്റെ പതനം എങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലതീ ലം യഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദല്ലദീന ജാബുസ്സഹ്റ ബിൽവാദ് വഫിർഔന ദിൽ ഔതാദ്. ആണികൾ ഉപയോഗിച്ച് മനുഷ്യരെ അടിച്ചടിച്ച് കൊലപ്പെടുത്തിയിട്ട് ഏറ്റവും ഭീകരമായ രൂപത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഞാനാണ് ഈ ദുനിയാവിലെ പടച്ചവനെന്ന് പറഞ്ഞിട്ട് ദുനിയാവ് പടച്ചവൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞ് ഇവിടെ ഭീകരമായ വാദം മുടക്കിയ ഫിർഔനിനെ കൈകാര്യം ചെയ്തതെങ്ങനെയെന്നറിയുമോ? പടച്ചവൻ ചോദിക്കുകയാണ്. الذين طغوا في البلاد فأكثروا فيها الفساد. കുഴപ്പങ്ങളുണ്ടാക്കി ദുനിയാവിന്റെ മണ്ണിൽ ഏറ്റവും വലിയ കുഴപ്പക്കാരായി ഈ മണ്ണിൽ അതപ്പതിച്ചു പോയവരെ പടച്ച തമ്പുരാൻ കൈകാര്യം ചെയ്ത് ഫസബ്ബ അലൈഹിം അവരുടെ മേലെ ചൊരിച്ചു കൊടുത്തു. റബ്ബുക സൗത അദാബ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഏറ്റവും വലിയൊരു അട്ടഹാസമായി ഏറ്റവും വലിയൊരു ശബ്ദം ഒരൊറ്റ ശബ്ദത്തിലായി അവരെ ഇവിടെ സൈലന്റ് ആക്കി കടന്നപ്പോ എൻ്റെ
അവരെ ഒഴിവാക്കിയ രൂപം പറയുകയാണ്. ഫഅമ്മാ ആദും ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ വതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ഈത്തപ്പനകൾ കടപുഴകി വീണതുപോലെ പടച്ച തമ്പുരാൻ നശിപ്പിച്ച രൂപം പടച്ച തമ്പുരാൻ പറയുകയാണ്. ആ അണയാത്ത കാറ്റുകൾ, അതിശക്തമായ കാറ്റ് വീശിയിട്ട് ഈ സമൂഹത്തെ പടച്ച തമ്പുരാൻ നശിപ്പിച്ചതിനെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്തിനെന്നറിയുമോ? നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ ദിൽഹിജ്ജ മാസത്തെ സത്യം ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാൻ ഓർമ്മപ്പെടുത്തിയത് അകപ്പതിച്ചു പോയവരുടെ കാര്യത്തെ പറ്റിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതപ്പതിച്ചു പോയൊരു മനുഷ്യ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തിനാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ? ഈ ചരിത്രങ്ങൾ കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇനി പടച്ച തമ്പുരാന്റെ മുന്നിൽ ഇനി ഈ രൂപത്തിലുള്ള മനുഷ്യർ വരില്ലെന്നുണ്ടോ? എന്നാൽ ചരിത്രങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഈ ആഴ്ചയിലൊക്കെ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും ശുഭവാർത്തയുടെ രൂപങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടു. ഞങ്ങളുടെ കൈകളിലേക്ക് ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പോലും ഞങ്ങൾ പിഴുതെറിയുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ ഒരു വിഭാഗത്തെ ഈ നാട്ടിൽ നിന്ന് തന്നെ ആട്ടിയോടിക്കേണ്ട രൂപത്തിലേക്ക് ഞങ്ങൾ പാകപ്പെടുത്തിയെടുക്കുമെന്ന് പറഞ്ഞവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയ ഈ ദിൽഹിജ്ജയിലേക്ക് കടക്കുമ്പോഴുള്ള ശുഭവാർത്ത. അഹങ്കാരികൾക്ക് പതനമാണ്. അഹങ്കാരികളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ പടച്ച തമ്പുരാനെ കഴിയുമെന്ന ശുഭവാർത്ത. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അഹങ്കാരികളാണ്. നമുക്ക് അഹങ്കരിക്കാൻ വല്ല വകയുമുണ്ടോ? വലദത്ക ഉമ്മുക യബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലുക യദ്ഹബൂന സൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഗൂ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. ജനിച്ചു വീഴുമ്പോ നമ്മുടെ കൂടെയുണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ ആഹ്ലാദത്തോടുകൂടെ മനസ്സിൽ പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ വരവേൽക്കുമ്പോൾ ആ ജനിക്കുന്ന കുഞ്ഞിങ്ങനെ കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരയുന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഭൂലോകത്തേക്ക് കടന്നു വന്നെങ്കിൽ ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു മനുഷ്യനായി മാറാൻ കഴിയണം. അതിന് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. നമ്മുടെ മനസ്സിനെ പടച്ച തമ്പുരാനിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാനുള്ള വഴി മഹാനായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഔസാലി ഖലീലി, എൻ്റെ കൂട്ടുകാരനായ എൻ്റെ ഖലീലായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞത് ബിഅർബഇ കലിമാത്ത്,
ജീവിതത്തിലൂടെ അധപ്പതനത്തിലേക്ക് പോയ സമൂഹത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് എൻ്റെ ജീവിതം അഹങ്കാരമില്ലെന്നുറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അഹങ്കാരികളെ ഏറ്റവും വലിയ നോർമലാക്കി ഏറ്റവും മയത്തിലേക്ക് കൊണ്ടുപോയ പരിശുദ്ധമായ ഖുർആനിന്റെ ചരിത്രത്താളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു മിനിറ്റ് കൂടി നിർത്താനായ ഞങ്ങൾ പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്നാ നിർത്തല്ലേ? നിർത്താനായോ? 5 മിനിറ്റ് കൊണ്ട് പറയല്ലേ? അതിൻ്റെ നിർത്തല്ലേ? ട്രെയിനുമ്പോൾ കയറിയപ്പോഴത്തെ നിർത്തിയെന്ന് വെച്ചു. എന്താ 5 മിനിറ്റ് കൂടി പറയല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും ഉഷാറില്ലാത്ത റാഹത്തല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? എന്നെ കൂടെ ഒന്ന് ചെല്ലിക്കാണി. ഹബീബായ പ്രവാചകർ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശറ. ഈ 10 ദിനങ്ങൾ പടച്ച തമ്പുരാനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുപോലെ മറ്റൊരു ദിനമില്ല സ്വഹാബ. നബിയേ യുദ്ധത്തെക്കാൾ
അഫ്ദലാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ അധ്വാനവും അവൻ്റെ സമ്പത്തും പടച്ച തമ്പുരാന്റെ രണഭൂമിയിൽ കൊണ്ടുപോയിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ രണഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് യുദ്ധത്തിൽ ഷഹീദായി മാറിയിട്ടുണ്ടെങ്കിൽ ആ ഷഹീദായതിൻ്റെ തൊട്ട് പിറകിലായിക്കൊണ്ടുള്ള സ്ഥാനം ആർക്കെന്നറിയുമോ? ഈ ദുൽഹിജ്ജ മാസത്തിലെ പടച്ച തമ്പുരാന്റെ മുന്നിൽ അറിഞ്ഞ ഇബാദത്ത് ചെയ്യുന്നവർക്കെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിനെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. الذي يظهر أن السبب في امتياز عشر ذي الحجة لمكان اجتماع أمهات العبادة فيه. പ്രിയപ്പെട്ടവരെ, എല്ലാ ഇബാദത്തുകളും ഉൾക്കൊണ്ടതായ മാസമാണ് ഈ ദുൽഹിജ്ജയുടെ 10 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പവിത്രതയുള്ളതും ഏറ്റവും മുകളിൽ നിൽക്കാൻ സ്ഥാനമുള്ളതുമാണ് ഈ പുണ്യമായ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ. മാനവരുടെ വിശദീകരിക്കുന്നു. വഹിയ സ്വലാ വഹിയ സിയാം വഹിയ സദഖ വൽ ഹജ്ജ് വലാ യഅതി ദാലിക ഫീ ഗൈരി. ഈ മാസത്തിലെ ഹജ്ജുണ്ട്, ഈ മാസത്തിലെ സദഖയുണ്ട്, ഈ മാസത്തിലെ നിസ്കാരമുണ്ട്, ഈ മാസത്തിലെ സദഖയുണ്ട്, പാവങ്ങളെ സഹായിക്കലുണ്ട്, സിയാമുണ്ട്, നോമ്പുണ്ട്. ഈ മാസത്തിലെ ഓരോ ദിനങ്ങൾക്കും നോമ്പനുഷ്ഠിക്കുന്നവർക്ക് വലിയ പ്രതിഫലം എന്ന് പറയപ്പെടുമ്പോൾ ഓരോ ദിവസത്തെയും 10 ദിവസത്തിലെ ഓരോ നോമ്പിനും ഒരു വർഷത്തെ പ്രതിഫലം ഹബീബായ പ്രവാചകൻ നബി തങ്ങൾ നമുക്ക് എണ്ണിത്തരുമ്പോൾ അവസാനത്തെ ദിനമായ പെരുന്നാളിന്റെ മുമ്പുള്ള ദുൽഹിജ്ജ 9 ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അറഫാ ദിവസത്തിലെ നോമ്പുണ്ടല്ലോ, അതിന് മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുൻകഴിഞ്ഞ പാപം പൊറുക്കും, വരാനിരിക്കുന്ന പാപം പൊറുക്കും. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുകയാണ്, മുൻകഴിഞ്ഞ ദോഷം ഒരു കൊല്ലത്തത് പൊറുക്കുമ്പോൾ വരാനിരിക്കുന്നതും പൊറുക്കുമ്പോൾ ഒരു വർഷത്തെ ആയുസ് നീണ്ടു കിട്ടാൻ ഏറി കിട്ടാൻ ഈ മഹത്തായ നോമ്പവന് മതിയെന്ന് മഹാരഥന്മാരായ ഉലമാക്കൾ കോർത്തുവെക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ പുണ്യമായ ദിവസങ്ങളിൽ ഒരുപാട് അമൽ ചെയ്യുക. ചുരുക്കി പറയുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഓർമ്മപ്പെടുത്തിയല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറ കഴിയുമെങ്കിൽ ഒരു 100 തവണ, കഴിയുമെങ്കിൽ എത്രയാണോ പറ്റുന്നതെങ്കിൽ അത്ര. സ്വർഗത്തിൽ അല്ലാഹു ഒരു ഭവനം തന്നെ, ഒരു കൊട്ടാരം തന്നെ പടച്ച തമ്പുരാൻ അവന് പണിതു കൊടുക്കുമെന്ന് ത്വഹാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിയുന്നത്ര നമുക്ക് നിസ്കാരത്തിൽ ഇഖ്ലാസില്ല എന്നൊക്കെ പറയുമല്ലോ, എത്ര ചിന്തിച്ചാലും നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൈമുതലാക്കി നമ്മൾ കൊണ്ടു നടത്തുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബീനുൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ലേ, ഒരു സമ്മാനമായി, ഒരു ഗിഫ്റ്റായി കൊടുത്തില്ലേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന പുണ്യമായ തസ്ബീഹും തഹ്മീദും തംജീദും ഒക്കെ അടങ്ങിയ ആ പുണ്യമായ വാക്ക് ചൊല്ലുന്നുണ്ടോ? തംലഉനിൽ മീസാൻ, അവന്റെ മീസാൻ, അവന്റെ തുലാസ് ഭാരമായി സ്വർഗത്തിൽ കടക്കാൻ ഈ തസ്ബീഹുകളും തഹ്മീദുകളും കാരണമാകുമെന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസ നിങ്ങളെ പ്രതികരണം അല്ലെങ്കിൽ ഞാൻ ഉടനെ നിർത്തും ഇൻഷാ അല്ലാഹ്. എനിക്ക് അതിൻ്റെ അർത്ഥം എന്താണ്, മടുത്തിട്ടുണ്ട്, കുറച്ച് സമയമുള്ള പ്രസംഗം എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഒക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞു, എൻ്റെ കുറഞ്ഞ സമയമുള്ള ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത മജ്‌ലിസ് ആകുമ്പോൾ നമ്മൾ മാത്രം പോരാ, നമ്മൾ ഈ മദ്രസ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടി നമ്മൾ കൊണ്ടുവരണം. നമ്മളെങ്ങനെയാണ് ഈ മജ്‌ലിസിനെ പരിചയപ്പെട്ടത്? നമ്മളെ ഉപ്പമാരും ഉമ്മമാരും നമ്മളെ കൈപിടിച്ചു കൊണ്ട് വാലിൻ്റെ സദസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോയി. ഇന്ന് ഈ മദ്രസയിൽ 201 കുട്ടികൾ നമ്മുടെ മദ്രസയിലുണ്ടെങ്കിൽ
വിരലിലെണ്ണാവുന്ന കുട്ടികളാണല്ലോ. വലിയ മുതിർന്ന കുട്ടികളെയൊക്കെ ഈ മജ്ലിസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇന്നത്തെ ദിവസം ഒരു ദുആയുണ്ടല്ലോ, ഇതിൻ്റെ അവസാനത്തിൽ മജ്ലിസിനൂറൊക്കെ ചൊല്ലിയൊരു ദുആ ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ കുട്ടികൾ സ്വാലിഹാകാനുള്ള കാരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ് ഈ പുണ്യമായ മജ്ലിസുകൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് റബ്ബേ, അതിലിരുന്ന പ്രതിഫലം കൊണ്ടെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണമെന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന മക്കളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പടച്ചതമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ നിന്നോട് എന്ത് ചോദിച്ചാലും നീ എനിക്ക് നൽകാൻ പറ്റുന്നൊരു ചോദ്യം എനിക്ക് പറഞ്ഞു തരണമല്ല. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, സയ്യിനൂ അൽസിനതകും ബിഖൗലി ലാ വാക്കായി ഏതൊരു സമയവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പിടിച്ചു കുലുക്കുന്ന വാക്കുകളായി നമ്മുടെ ഹൃദയത്തിലും നാവിലും നമ്മുടെ മനസ്സിലും നമ്മുടെ മജ്ജയിലും നമ്മുടെ രക്തത്തിലും മരിഞ്ഞു ചേരുന്നതായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മൾ കൊണ്ടു നടത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പുണ്യമായ 10ന്റെ ഉള്ളിൽ 10 ദിവസങ്ങളിൽ നമുക്ക് കഴിയുമോ? ഇന്ന് ഞാനിവിടെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, പരിശുദ്ധമായ ആലിമ്രാൻ സൂറത്തിലെ ആയത്തായ 96, 97 ആയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് ഈ രാവിൽ ഈ 10 ദിവസം ഈ ദിൽഹിജ്ജയിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലിമ്രാൻ സൂറത്തിലെ 96, 97 ആയത്തിൽ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ ഇശായിലൊക്കെ നമ്മൾ എല്ലാ രാത്രികളിലും സൂറത്തുൽ ഫജ്ർ നമ്മൾ പാരായണം ചെയ്യുക. അത് ആ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുന്നവർക്ക് അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നു. ഏറ്റവും വലിയ തൗബക്ക് വേണ്ടി, ഏറ്റവും വലിയ ഖേദത്തിന് വേണ്ടി കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് വേണ്ടി ഏറെ തെരഞ്ഞെടുത്തിരുന്ന ദിവസങ്ങളാണ് ഈ 10 ദിനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇലാഹി ചിന്തയോടുകൂടെ ഈ പുണ്യമായ ദിനങ്ങളെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുക. അറഫാ ദിനം വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. നമ്മുടെ വീടുകളിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുക. നമുക്ക് ഖളായി പോയ നോമ്പുകൾ ഓരോന്നായി വീട്ടാൻ ഏറ്റവും അനുയോജ്യമായ ദിനങ്ങൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജയുടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യൗമ അറഫ ലക്ഷോപലക്ഷം ആളുകൾക്ക് പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മിനയിലും ആ മുസ്ദലിഫയിലും ഒക്കെ എത്തി ഹബീബായ മുത്തുനബിയുടെ ചാരത്തെത്തി മക്കയിലെ ഓരോ ശറഫാക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പുണ്യമായ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ
ഇന്നത്തെ ദിവസം സൂറത്തുൽ മുൽക്ക്, അതുപോലെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക്. റഹ്മാനായ റബ്ബ് നമുക്ക് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മജ്ലിസിനോട് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നാഫിയായ ഇൽമുള്ള മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. വാഹുദ